CBCIയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിനെ ചൊല്ലി വിവാദം. പ്രധാനമന്ത്രിയുടേത് ഇരട്ടത്താപ്പെന്ന് തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യുഹന്നോൻ മാർ മിലുത്തിയോസ്. സവർക്കറുടെയും വിചാരധാരയുടെയും ലക്ഷ്യം സാർത്ഥകമാക്കാനാണ് BJP ശ്രമമെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. അദ്ദേഹം ജർമ്മനിയിലെയും ശ്രീലങ്കയിലെയും ഒക്കെ ക്രൈസ്തവ പീഡയെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും പറയുമ്പോൾ അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് തീർച്ചയായിട്ടും ഒരു ഇരട്ടത്താപ്പ് ആണ്. രണ്ട് ശൈലിയിലുള്ള പദ്ധതിയാണ്. ഒന്ന്, ക്രൈസ്തവ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തി പ്രീണിപ്പിച്ച് ഉപഹാരങ്ങൾ നൽകി ഒക്കെ കൂടെ നിർത്താൻ ശ്രമിക്കുക. അതേ പാർട്ടിയുടെ പ്രാദേശിക ഘടകമാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. അത് വലിയൊരു നാടകമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. മെത്രാപ്പൊലീത്തയുടെ നിലപാടിനെ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ തള്ളുകയാണ്. ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അതിനെ വിവാദമാക്കേണ്ടെന്നും തൃശൂർ മെത്രാപ്പൊലീത്തയുടെ വ്യക്തിപരമായ അഭിപ്രായമെന്നും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ നിലപാടിൽ വിവാദങ്ങൾ വേണ്ട എന്നാണ് CBCI നിലപാട്. പ്രധാനമന്ത്രി എന്ന നിലയിലാണ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചതെന്നും CBCI വ്യക്തമാക്കി. തരത്തില് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഒരു എതിരായിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട് നിശ്ചയമായിട്ട് സഭ ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ കാത്തലിക് സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇൻവൈറ്റ് ചെയ്തതും അദ്ദേഹം ക്ഷണം സദയം സ്വീകരിച്ച് ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യവും CBCIയുടെ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഒന്ന്, അവിടെ ആര് പുൽക്കൂട് നശിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ല. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഇക്കാര്യത്തിൽ CBCI അവരുടെ നിലപാട് ആവർത്തിക്കുകയാണ്. പ്രധാനമന്ത്രി എന്ന നിലയിലാണ് നരേന്ദ്രമോദിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹം പങ്കെടുത്തത് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിലല്ല എന്ന് വിശദീകരിക്കുന്നു. മറ്റു സംഭവങ്ങളിൽ എന്താണോ കത്തോലിക്ക സഭയുടെ നിലപാട് അത് പ്രധാനമന്ത്രിയെ ആൻഡ്രൂസ് താഴത്ത് തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നും CBCI വിശദീകരിക്കുന്നു. ഇപ്പോഴത്തെ വിവാദങ്ങളിൽ ഇതിനപ്പുറം കൂടുതൽ എന്തെങ്കിലും പ്രതികരണത്തിന് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇനി തയ്യാറായേക്കില്ല എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് CBCI ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്രിസ്മസ് ദിനാഘോഷ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിലാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. കൂടാതെ അദ്ദേഹം സന്ദേശവും പങ്കുവച്ചു. അതിൽ സഭയ്ക്ക് സന്തുഷ്ടിയുണ്ട്. അത് മറ്റ് വിഷയങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് CBCIയുടെ ഈ ഘട്ടത്തിലുള്ള നിലപാട്. രാജ്യത്തെ വിവിധയിടങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളുമായോ കേരളത്തിൽ പുൽക്കൂട് നശിപ്പിച്ചതുമായോ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതില്ല. രണ്ടും രണ്ട് സംഭവങ്ങളാണ്. രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹം ഈ സഭാ വിശ്വാസികൾക്ക് മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. ഈ ആര് പുൽക്കൂട് നശിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത പറയുന്നില്ല. അവിടെ മുൻപും പുൽക്കൂട് നശിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് രാഷ്ട്രീയമില്ല. അധികാരത്തെ എന്നാൽ എന്നും അംഗീകരിക്കുന്നുണ്ട് സഭ. അതേസമയം അധികാരത്തിൻ്റെ ഭാഗത്തു നിന്നും അനീതി ഉണ്ടായാൽ അതിനെതിരെ ശബ്ദം ഉയർത്തുകയും ചെയ്യും. അധികാരികളുടെ ഭാഗത്തു നിന്ന് സമൂഹത്തിനോ ഭരണഘടനയ്ക്കോ എതിരായി സത്യത്തിനും നീതിക്കും നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ആ ഘട്ടത്തിൽ സഭ ശക്തമായി രംഗത്ത് വരും എന്നുമാണ് CBCI ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചടങ്ങിൽ നടന്ന അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിൽ പരിഹാരം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് എന്നുമാണ് CBCI ഈ വിഷയത്തിൽ വിശദീകരണം നൽകുന്നത്. കൂടുതൽ വിവാദങ്ങളിലേക്ക് ഈ വിഷയം കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് CBCIയുടെ നിലപാട്. വിജയകുമാർ.
യെസ്, കൂടുതൽ വിവാദങ്ങളിലേക്ക് ഈ കൂടിക്കാഴ്ചയും സന്ദർശനവും മാറ്റാൻ CBCIക്ക് താല്പര്യമില്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ വാർത്താ സമ്മേളനം കോട്ടയത്ത് നടന്നത്, ദേവലോക അരമനയിൽ നടന്നത്. ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭാ നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണോ? തൃശൂർ ഭദ്രാസനാധിപൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം, അത് ഓർത്തഡോക്സ് സഭയ്ക്ക് അത്തരമൊരു നിലപാടില്ല എന്നാണോ അദ്ദേഹം വിശദീകരിക്കുന്നത്? എസ് വിജയകുമാർ, തീർച്ചയായിട്ടും ഒരു കടുപ്പിച്ച നിലപാട്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ BJPയെയും ഒന്നും ഒരു പടി കൂടി കടന്ന് കടുപ്പിച്ച ഒരു വിമർശനത്തിലേക്ക് തൃശ്ശൂർ ഭദ്രാസനാധിപൻ പോയതുപോലെ പോകുന്നില്ല സഭാ നേതൃത്വം. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, കത്തോലിക്ക ബാവയും അതുപോലെ തന്നെ സഭാ സമിതികളും ഔദ്യോഗികമായി പറയുന്ന കാര്യങ്ങളാണ് സഭയുടെ നിലപാട് എന്ന പേരിൽ വരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ഭദ്രാസനാധിപൻ നടത്തിയ പ്രതികരണം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയോ നേതൃത്വത്തെയോ വിമർശിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന് തന്നെയാണ് സഭാ നേതൃത്വം പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഓർത്തഡോക്സ് സഭയുമായി വളരെ അടുത്ത ബന്ധം BJP നേതൃത്വമൊക്കെ പുലർത്തുന്നുണ്ട്, കേന്ദ്ര സർക്കാരുമായും വലിയ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ വിമർശനങ്ങളിലേക്ക് ഓർത്തഡോക്സ് സഭ പോകില്ല എന്ന് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ വന്ന പ്രതികരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായ പ്രതികരണങ്ങളാണ് എന്ന് സഭാ നേതൃത്വവും വ്യക്തമാക്കുന്നത്. വിജയകുമാർ. യെസ്, തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് സഭയുടെ നിലപാടല്ല. സഭാ അധ്യക്ഷനും സഭാ സമിതികളും പറയുന്നതാണ് ഔദ്യോഗിക നിലപാടെന്നാണ് സഭാ നേതൃത്വം ഇപ്പോൾ വിശദീകരിച്ചത്. ടോബി ജോൺസനാണ് കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്.